ഹലോ, അപ്പം നമുക്കിന്നൊരു അടിപൊളി എല്ലും കപ്പേൻ്റെ വീഡിയോ ഉണ്ടായാലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കിട്ടില്ല എല്ലും കപ്പയാണ് കേട്ടോ. എല്ലും കപ്പയുടെയും എല്ലും കപ്പ, അതുപോലെ തന്നെ ഏഷ്യാഡ്, അങ്ങനെ കപ്പ ബിരിയാണി, അങ്ങനെ പല പേരും പറയൂ കേട്ടോ. ഞാൻ ഇതിന് മുമ്പേക്കും കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ എല്ലും കപ്പ ഉണ്ടാക്കണം എങ്ങനെയാണ്. എന്നാലും ഞാൻ വിചാരിച്ചൊന്ന് ഒന്നുകൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഐറ്റംസാണ് ഞാനിവിടെ എടുത്തതാണ്. ഇനി നമുക്കൊരു അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസ് കേട്ടോ. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. കാരണം എന്താ വെച്ചാൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലുകറി വയ്ക്കുമല്ലോ, എല്ലുകറി വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കറിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്തേണ്ടി പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടുകയും ചെയ്യും. നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചക്കുത്തേക്ക് അവിടെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കളറൊന്ന് മാറി മൂത്തിരുമ്പോൾ നമുക്കറിയാം കേട്ടോ ഏകദേശം അതിൻ്റെ കളറൊക്കെ. നല്ലോണം ഒന്ന് മൂത്തിരുന്നതിന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഒരു 3 സവാള കേട്ടോ, ചെറിയ സവാളയും 3 സവാളയും ഒരു തക്കാളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ അരിഞ്ഞു വെച്ചേക്കണയാണ് കേട്ടോ. അത്ര ഐറ്റംസ് അരിഞ്ഞു വെച്ചേക്കണം നമ്മളിതാ അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. 3 സവാള, ചെറിയ സവാളയാണ്, അതുകൊണ്ടാണ് കേട്ടോ 3 സവാള എടുത്തേണ്. അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞാണ് കേട്ടോ ചേർത്തേണ്. സവാള ഇച്ച കട്ടിക്ക് തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തേണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലിൻ്റെ ഒപ്പം തന്നെ നല്ലോണം ഒന്ന് കിടന്ന് വെന്ത് കിട്ടാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മസാലപ്പൊടിയിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചതിന് എല്ലുണ്ടല്ലോ, ആ എല്ലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയുള്ളൂ കേട്ടോ. സവാള ഒരുപാട് നേരിട്ടൊന്നും വാട്ടൊന്നും ചെയ്തിട്ടില്ല. ആ മസാലയിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തുള്ളൂ കേട്ടോ. ചിലവർ ഈ സവാളയും കാര്യങ്ങളൊക്കെ വാട്ടിയതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി സംഭവങ്ങളൊക്കെ വറുത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു കളറും ആയിരിക്കും കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ വയറ്റി കഴിയുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ അങ്ങനെ കുറേ നേരിട്ട് വയറ്റിയുണ്ടെങ്കിൽ അത്ര കളറും നല്ലോണം ഒന്ന് മൂത്ത് കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ. പിന്നെ എല്ലിലേക്ക് ഞാൻ എല്ല് കഴുകി വെച്ച് തന്നെയായിരുന്നു കുക്കറിലേക്ക് കഴുകി വെച്ചതിന് ശേഷമാണ് നമ്മൾ മസാല ഇട്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം നമുക്കറിയാമല്ലോ ഞാൻ കുറച്ച് നേരം കഴുകി വാരി വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വാലിന് പോയതായിരുന്നു എല്ലിൻ്റെ, അതുകൊണ്ട്. അപ്പോൾ വെള്ളമോടെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ എല്ലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കയ്യിലൊന്നും മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുക്കറിലേക്ക് ഇട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എല്ലൊക്കെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലും വേവിച്ചെടുത്തേണ്ട ഒരു 5-6 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ടോ ആ കറിയുടെ കളറ് കണ്ടോ, നല്ലൊരു കളറായിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. മല്ലി മുളകും വറുത്തിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിലേ. പിന്നെ ആ കുക്കർ കഴുകി കുറച്ച് വെള്ളമോടെ ചൂടുവെള്ളം ഒഴിച്ച് ആ കുക്കറിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചിറ്റിച്ചെടുത്തേണ്ട കേട്ടോ. അതും അതിലേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലുകറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പുട്ടിലേക്കും അതുപോലെ തന്നെ പൊറോട്ടയിലേക്കും കഴിക്കാൻ കിട്ടിയിലും ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കതുകൊണ്ട് മൂടി വെച്ചേക്കാം. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതുകൊണ്ട് മൂടി വെച്ചതിന് ശേഷം കുറച്ച് കപ്പ ഞാൻ ആ എല്ലുകറി വെച്ചല്ലോ ആ കുക്കറിലേക്ക് ഞാൻ എടുത്തേക്കണം. ഞാൻ കഴുകാനൊന്നും നിന്നില്ല കേട്ടോ, രണ്ടും കൂടി എന്തായാലും മിക്സ് ചെയ്യാനുള്ളതാണല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ കപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിക്കാൻ വെക്കണേ കേട്ടോ. 2 വിസിലടുപ്പിക്കാം. അങ്ങനെ 2 വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതങ്ങനെ വേവിച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. അതിലേക്കൊരു സവാളയും ഒരു കുഞ്ഞ് തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പോടെ ഇട്ടൊന്ന് വയറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ. ഉപ്പ് നിങ്ങൾ നോക്കി കണ്ടൊക്കെ ഇടണേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കപ്പയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്കും ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നോക്കി കണ്ടേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അത്യാവശ്യം നല്ലോണം തന്നെ വയറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ കപ്പയ്ക്കാണ് വെന്ത് സെറ്റായിട്ടിരിക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് വയ്ക്കാം കേട്ടോ. എല്ലും അങ്ങനെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അങ്ങോട്ട് കമത്തിയെടുക്കാം. ആദ്യം കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ സവാള അവിടെ കിടന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കപ്പയോടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ല് കറിയിലേക്ക് നമ്മൾ കപ്പയോടെയും തട്ടി കൊടുത്തിട്ടുണ്ട്. കപ്പയുടെ വെള്ളമൊക്കെ മാറ്റി ആ കപ്പയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ സവാളയും തക്കാളി അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് വഴറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മറ്റേ കാശ്മീരി മുളക് പൊടി കേട്ടോ, അതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിക്ക് നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമതും സവാള ഇങ്ങനെ വയറ്റിടണമെന്നുള്ളവർക്ക് വയറ്റിട്ടാൽ മതി. ഇങ്ങനെ വയറ്റിടുവാണെങ്കിൽ കിഡിലും ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് നമ്മുടെ കപ്പയുടെ മേളിലേക്ക് ഇങ്ങനെ കപ്പ നമ്മൾ എല്ലേറിയുടെ മേളിലേക്ക് തട്ടിക്കൊടുത്തായിരുന്നല്ലോ. ഇനി അതിൻ്റെ മേളിലേക്ക് നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ചിട്ട് മസാല ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തില്ലായിരുന്നോ, ആ മസാല ഇതുപോലെ അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ. കിഡിലും ടേസ്റ്റിന് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ആ കറി നല്ലോണം ഒന്ന് തിള വരുമല്ലോ, അന്നേരം ഓഫാക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ മസാലയ്ക്കും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറി നമുക്ക് നല്ലോണം തിളച്ചനും, അടിയിലുള്ള കറി നല്ലോണം ചൂടായി നല്ലോണം തിളച്ചനും നമുക്കറിയാം. ഈ കപ്പയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഈ കൊമ്മള പോലെ ഇങ്ങനെ വരും കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നല്ലോണം ആവി ഉറക്കും. അപ്പോൾ അതുപോലെ നല്ലോണം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ലോണം കുത്തി നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് നല്ലോണം ഉടഞ്ഞ് കുഴഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുക. ചിലവർക്ക് ഇങ്ങനെ ഈ കപ്പയും എല്ലും വേറെ കിടക്കണം, കപ്പ ഇറച്ചി അതൊക്കെ ഇങ്ങനെ വേറെ കിടക്കണയാണ് ഇഷ്ടം. ഇവിടെ ഞങ്ങൾക്ക് നല്ലോണം ഒന്ന് കുഴഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, കയ്യിൽ ചട്ട കാണിക്കുക, അതുകൊണ്ട് ഇങ്ങനെ കുത്തി നല്ലോണം ഒന്ന് ഉടച്ച് നല്ലോണം കുഴച്ചെടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളതുപോലെ ഇഷ്ടമാണ് അതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയും എല്ലും അങ്ങനെ ഇവിടെ സെറ്റായി. കപ്പയിലും ഏഷ്യാഡ് കപ്പ ബിരിയാണി അങ്ങനെ പല പേരും പറയൂല്ലോ. ഞങ്ങളിവിടെ കപ്പ ഇറച്ചിന്നൊക്കെയും പറയും കേട്ടോ. കപ്പയിലും കപ്പ ഇറച്ചിയും അങ്ങനെയൊക്കെയും പറയും കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് മല്ലിയിലൂടെയും അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് തുള്ളിക്കൊടുത്താണെങ്കിൽ നമ്മുടെ എല്ലും കപ്പയും അല്ലെങ്കിൽ ഏഷ്യാഡ് അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.